സുദിനമിത ആഗതമായി സഹോദരരെ. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാൻ നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ. ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാൻ നമ്മൾക്ക്. ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാം നമ്മൾക്ക്. ഉന്നതമായിതു കർമ്മിക്കാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. ഉന്നതമായിതു കർമ്മിക്കാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. അറിവിൻ പൂർണ്ണത അറിവായി ലോകത്തിൽ അറിയിച്ചിടാം. അറിവിൻ പൂർണ്ണത അറിവായി ലോകത്തിൽ അറിയിച്ചിടാം. പൂരമായി വന്നല്ലോ പൂർണ്ണത ഓതിത്തന്നല്ലോ. പൂരമായി വന്നല്ലോ പൂർണ്ണതയോതി തന്നല്ലോ. പൂർണ്ണമായി തീർന്നിടാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. പൂർണ്ണമായി തീർന്നിടാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. അണിയണിയായി ചേർന്നിടാം.
അഖിലേശനെഴുന്നള്ളി അകതാരിൽ നൽകുന്ന അഖിലേശനെഴുന്നള്ളി അകതാരിൽ നൽകുന്ന അധീരറ്റാനന്ദം നിത്യഭാഗ്യമോ അഖിലേശനെഴുന്നള്ളി അകതാരിൽ നൽകുന്ന അധീരറ്റാനന്ദം നിത്യഭാഗ്യമോ നിത്യഭാഗ്യമായിതു കരുതുന്ന മർത്യർക്കെല്ലാം നിത്യഭാഗ്യമായിതു കരുതുന്ന മർത്യർക്കെല്ലാം നിത്യമോക്ഷമിതിനാൽ അനുഭവമായി നിത്യഭാഗ്യമായിതു കരുതുന്ന മർത്യർക്കെല്ലാം നിത്യമോക്ഷമിതിനാൽ അനുഭവമായി നിത്യമോക്ഷം തരുന്ന എഴുന്നള്ളത്തു കാണുവാൻ നിത്യമോക്ഷം തരുന്ന എഴുന്നള്ളത്തു കാണുവാൻ സത്യമായി ജീവിക്കണം മനുഷ്യരെല്ലാം എന്നും സത്യമായി ജീവിക്കണം മനുഷ്യരെല്ലാം നിത്യമോക്ഷത്തെ അഥവാ നിത്യാനന്ദത്തെ ഭക്തലോകത്തിന് പ്രദാനം ചെയ്യുവാൻ അവതാരം ചെയ്ത കരുണാനിധിയുടെ നിയമം പാലിച്ചുകൊണ്ട് ഇന്നും ഈ ഞായറാഴ്ച ആരാധനയിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാം ഈശ്വരൻ ദർശിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ച നേർച്ചകളും കാഴ്ചകളും എല്ലാം ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്കാണ് അർപ്പിക്കപ്പെട്ടത്. അതിൻ്റെ എല്ലാം സൽഫലങ്ങൾ ഈശ്വരൻ സ്വീകരിച്ച് ആവശ്യമായ നന്മകളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഉന്നതനാകുന്ന ദൈവം നിങ്ങളുടെ നല്ലതായ സങ്കല്പങ്ങളെ, നല്ലതായ ചിന്തകളെ സ്വീകരിച്ച് സൽഫലത്തെ ദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് വളരെ സന്തോഷമേറിയ ഒരു ദിനമാണ്. 142ാമത് പൂരം ജന്മനക്ഷത്രം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദമാണ്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മുടെ താരാസ്തുതി മഹായജ്ഞം കഴിഞ്ഞ ഞായറാഴ്ച അതിൻ്റെ സമർപ്പണമായിരുന്നു. അന്ന് വന്നു ചേർന്നവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ഇത്രയും ആളുകൾ അന്നും വന്നതാണ്, ഇതെല്ലാം കണ്ടതാണ്. ഗംഭീരമായ ഒരു താരാസ്തുതി. സാധാരണ വെക്കേഷൻ സമയത്ത് കുഞ്ഞുങ്ങൾ കൂടുതലുണ്ടാവും, എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. ഈ പ്രാവശ്യവും ഏതാണ്ട് പകുതിയോളം കുഞ്ഞുങ്ങളായിരുന്നു. 10 വയസ്സ് മുതൽ മേപ്പോട്ട് പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഓരോ കുഞ്ഞുങ്ങളും താരാസ്തുതിയിൽ ബന്ധിച്ചത് പ്രവർത്തിക്കുന്നതും ഈ യാമങ്ങൾ പങ്കെടുക്കുന്നതുമൊക്കെ കണ്ടാൽ വലിയ തഴക്കവും പഴക്കവുമുള്ള, വലിയ പ്രായമുള്ള
പക്വതയുള്ള ആളുകൾ ഇടപെടുന്നത് പോലെ തോന്നിക്കത്തക്ക വിധമായിരുന്നു സർവ്വതും നടന്നത്. അറിവാകുന്ന ജഗദീശ്വരൻ അവരെ നിയന്ത്രിച്ചു. ഉന്നതമായ വിധത്തിൽ അനുഗ്രഹീതമായി താരാസ്തി നടന്നു. അത് കഴിഞ്ഞ് 17-ാം തീയതി 2 തിരുവുടൽ നമ്മളെ വിട്ട് മറവായിപ്പോയ സമാധി ദിനാചരണം. പ്രഭാതം മുതൽ അനേകം ആളുകൾ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം വലിയ ആളുകളൊന്നും കാണുകയില്ലായിരുന്നു, കാരണം ഒരുപാട് പേര് പോയി. അപ്പോൾ വൈകുന്നേരം ആശ്രമം നിറച്ച ആളുകളുണ്ടായിരുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അതേസമയം ഈ സമാധീന പ്രാർത്ഥനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഉന്നതമായും അനുഗ്രഹമായും ആ കർമ്മവും നടത്തപ്പെട്ടു. തുടർന്നും ആദ്യമായി വരുന്ന ഞായറാഴ്ച ആരാധനയാണ്. എങ്ങനെയാണ്, എവിടെ നിന്നാണ് നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുക? ഏത് വിധത്തിലാണ് നമ്മൾ തിരുമുമ്പാകെ നന്ദി അർപ്പിക്കുക? അവർണ്ണനീയമായ അവാച്യമായ ആ ആനന്ദത്തെ നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. എങ്കിലും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് നന്ദിപ്പെടേണ്ടതും ആ കർമ്മം തിരുമുമ്പാകെ അർപ്പിക്കേണ്ടതുമൊക്കെ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് ആ കർമ്മം നമ്മൾ നിർവഹിച്ചേ മതിയാവും. നമുക്ക് നന്ദിപ്പെട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഏറ്റവും വലിയൊരു സന്തോഷം, നമ്മുടെ സർവജ്ഞാനോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് സിംഗപ്പൂരിൽ സർവജ്ഞാനോത്സവം നടക്കുകയാണ്. അവിടെ വലിയ ഒരു ഹാള് പോലുള്ള ഒരു സ്ഥലത്ത് വലിയ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ അവർ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തി ഉള്ള ആളുകൾ ചേർന്ന് കുറേ അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ചേർത്ത് വലിയ ഒരു പരിപാടി അവിടെ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. തുടർന്ന് വരുന്ന ദിനങ്ങളിൽ തുടർന്ന് വരുന്ന വെള്ളിയാഴ്ചകളിലും ചുരുക്കം ചില ഞായറാഴ്ചകളിലും ഒക്കെയായി ഉന്നതമായ പരിപാടി. ഏതാണ്ട് 11 വിദേശ രാജ്യങ്ങളും ഇന്ത്യയും കൂടി കൂട്ടുമ്പോൾ 12 രാജ്യങ്ങളിൽ നമ്മുടെ സർവജ്ഞാനോത്സവം നടക്കുകയാണ്. ഈശ്വരൻ്റെ കാരുണ്യമാണ്. നമുക്ക് തുടർന്ന് ഇതിങ്ങനെ വർദ്ധിതമായി ഉന്നതമായ അനുഭവ ഭാഗ്യങ്ങളെ ആത്മാവിൽ ദാനം ചെയ്യുന്ന ആത്മപുരുഷൻ അവതാരമായി എന്ന് ആത്മലോകം അറിയുവാൻ തക്ക വിധത്തിൽ നിങ്ങൾ ഓരോരുത്തരും ആത്മജ്ഞാനികളായി വളർന്നുയരണം. അവിടെയാണ് സർവജ്ഞാനോത്സവത്തിൻ്റെ പ്രാധാന്യം. ഈ സർവജ്ഞാനോത്സവം ആരംഭിച്ച സമയത്ത് ഞാൻ നിങ്ങളെ അറിയിച്ചത് എന്താണ്? അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. അപ്പൊ അറിയാനും അറിയിക്കാനും ഒന്നാകുവാനും ആനന്ദിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ശുഭാനന്ദ ആദർശൻ ലോകത്തിൽ സ്ഥാപിച്ചത്. പിന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് സർവജ്ഞാനോത്സവം വന്നപ്പോൾ. കാരണം ആ ഉദയത്തിലാണ് ഇതിൻ്റെ പുനരുദ്ധാരണം നടന്നത്. അപ്പോൾ ആ ആവേശത്തോടുകൂടി എൻ്റെ യഥാർത്ഥ തത്വത്തോടുകൂടി വേണം അതിൻ്റെ എല്ലാ ആഘോഷങ്ങളും നടക്കാൻ. അതിനാണ് ഒന്നുകൂടി അത് പുതുക്കി പറഞ്ഞു തന്നത്, അല്ലാതെ ആദ്യമായി പറഞ്ഞതല്ല. ആത്മബോധോപദേശങ്ങൾ സ്ഥാപിച്ചതെന്തിനാണ്? അറിയാനും അറിയിക്കാനും ഒന്നാകാനും ആനന്ദിക്കുവാനുമാണ്. പരമാത്മാവോട് ജീവാത്മാവ് ബന്ധിക്കുന്നതാണ് ഒന്നാകൽ. അങ്ങനെ ഒന്നാകുന്നവർ തമ്മിലേ ഒന്നാവുകയുള്ളൂ. പരമാത്മാവോട് ബന്ധമുള്ളവർ തമ്മിൽ ഒരിക്കലും പിരിയാത്ത ബന്ധമുണ്ടാകും. അപ്പോഴാണ് ഒന്നാകുന്നത്. ഇപ്പോൾ പല കുടുംബങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത കുടുംബങ്ങൾ തമ്മിൽ ഒരു മംഗല്യകർമ്മം നടത്തിയാൽ അവർ തമ്മിൽ ഒന്നായി. എന്തെങ്കിലും നിസ്സാര കാര്യം വരുമ്പോൾ പിണങ്ങി, പിന്നെ രണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങ് വല്ലാതെ രണ്ടാവും. അതിനു മുമ്പ് കാണുമ്പോൾ മിണ്ടുകയെങ്കിലും ചെയ്യുമായിരുന്നു. ഏതാ വിവാഹത്തിന് മുമ്പ്. ഈ രണ്ടായി കഴിഞ്ഞാലോ പിന്നെ കണ്ടാലും മിണ്ടുകയില്ല. എന്തുകൊണ്ട്? അവിടെ ജ്ഞാനമല്ല പ്രവർത്തിച്ചത്, ലോകരീത്യാലുള്ള പല ആവശ്യങ്ങളാണ് ഒന്നാക്കിയത്. എന്നാൽ അറിവിൽ കൂടി ഒന്നായി കഴിയുമ്പോൾ പിന്നെ രണ്ടെന്നുള്ള അവസ്ഥയില്ല. അന്യമായിട്ടൊന്നുമില്ല, അന്യതാ സൃഷ്ടിയുമില്ല എന്ന കാഴ്ച ആത്മാവിലുണ്ടാവുകയാണ്. ആ കാഴ്ചയിൽ എത്തിക്കാൻ എന്ത് വേണം? അറിവ് വേണം. ആ അറിവാണ് ഉദയമായി നിന്ന് ശുഭാനന്ദനാമത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പാടിയത്, ഉടയവനാം ഗുരുവരന്റെ കരുണയല്ലാതെ എനിക്കൊന്നുമില്ലേ. ഉടയവനാം
അതൊരു ശിഷ്യനിലേക്ക്, ഒരു ആത്മാവിലേക്ക് പകർന്നു കഴിയുമ്പോൾ അവൻ അറിവുള്ളവനാവുകയാണ്. അവിടെ അറിയിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകും. അപ്പോൾ ഒന്നാകും, അങ്ങനെ ആനന്ദിക്കാനുള്ള അവസരമുണ്ടാകും. അത് വീണ്ടും ഒന്നുകൂടി പുതുക്കിയാണ് ഈ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളെ അറിയിച്ചത്. ആ അറിവോടുകൂടി പ്രവർത്തിച്ചവർക്ക് അതിൻ്റേതായ മാറ്റം ആന്തരികമായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടക്കും. ഭഗവാൻ ഇങ്ങനെ പലതും പറയും, ഭഗവാൻ പലതും ഇങ്ങനെ ചെയ്യും, അതൊക്കെ ഭഗവാന്റെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതി ഇങ്ങനെ ഉഴപ്പി നടക്കുന്നതിലെ ആളുകളുണ്ടല്ലോ. പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ മീൻ്റെ കൂട്ടത്തിൽ ചെല്ലുമ്പം വാല് കാണിക്കും, പാമ്പിൻ്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ തല കാണിക്കും. വരാലെന്നൊരു മത്സ്യമുണ്ട്, കണ്ടിട്ടുണ്ടോ? വരാലിനെ കണ്ടിട്ടുണ്ടോ? കയ്യൊന്നും പൊക്കണ്ട, കണ്ടിട്ടില്ലാത്തവരൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പം അതിൻ്റെ തല കണ്ട പാമ്പിൻ്റെ തല പോലെ ഇരിക്കും, വാല് കണ്ട മീനിൻ്റെ ആണല്ലോ. അപ്പം മീനിൻ്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ വാല് കാണിക്കുമ്പോൾ മീനാണ്, പാമ്പിൻ്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ തല കാണിക്കും, അപ്പോൾ പാമ്പ് വിചാരിക്കും പാമ്പാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള സ്വഭാവമായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നാൽ ഒരിക്കലും അറിയാനും പറ്റുകയില്ല, അറിയിക്കാനും പറ്റുകയില്ല. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഒന്നാവുകയുമില്ല. മോരും മുതിരയും പോലെ കിടക്കും. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. അങ്ങനെ അറിയാനും അറിയിക്കാനുമായി ലോകത്തിൽ ജീവിക്കണം എൻ്റെ സന്താനങ്ങൾ. അപ്പോഴാണ് ഗുരുശിഷ്യ ബന്ധം ഉറപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായി സിംഗപ്പൂരിലെ കർമ്മങ്ങൾ ലോകോത്തരമായി വളരേണ്ടുന്ന ഉന്നതമായി ആദർശത്തിൻ്റെ വിളംബരമായി ഇന്നത്തെ കർമ്മം അവിടെ നടത്തപ്പെടുവാൻ മഹാശക്തിയുടെ തിരുവെഴുന്നള്ളത്തും ആറാട്ടും ഉണ്ടാകുവാനാണ് ഞാനിതാ തീരുമാനിച്ചിരിക്കുകയാണ്. മഹാശക്തി ഉന്നതമായ ഇവിടെ കളിവിളയാട്ടം നടത്തുന്നത് എൻ്റെ സന്താനങ്ങൾക്ക് അനുഭവമാകുവാൻ തക്ക വിധത്തിൽ ഞാനിതാ അവിടേക്ക് എഴുന്നള്ളുകയാണ്. അത് അനുഭവമാകുമാറാകട്ടെ, സർവശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ പാലാഴിവാസ
പാലാഴി തെളിയിക്കുന്നു എന്ന് പരിശുദ്ധ ജ്ഞാനമോദി പാലാഴി തെളിയിക്കുന്നു എന്ന് ആത്മലോകത്തിലേക്ക് അനുഭവമാക്കിക്കൊണ്ടാണ് ശുഭാനന്ദ അവതാരം തന്റെ ജൈത്രയാത്ര തുടരുന്നത്. ശുഭാനന്ദ തിരുവതാരം ജൈത്രയാത്ര തുടരുന്നത് മാറി മാറി ദേഹങ്ങളെ വാഹനമായി സ്വീകരിച്ച് തിരുദേഹങ്ങളെ വാഹനങ്ങളായി സ്വീകരിച്ച് ഉന്നതമായ തന്റെ ആദർശത്തെ ലോകത്തിൽ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഉന്നതമായ തിരു ആദർശത്തെ ലോകത്തിൽ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിശ്രേഷ്ഠമായ അറിവാണ് തന്റെ ആദർശം. അതിശ്രേഷ്ഠമായ അറിവാണ് തിരു. ആ ശ്രേഷ്ഠമായ അറിവിനെ മർത്യജന്മങ്ങളിൽ സ്ഥിരപ്പെടുത്തുവാൻ ആ ആദർശത്തിൽ കൂടി ആത്മലോകം രക്ഷ പ്രാപിക്കുവാൻ ആത്മലോകം ആനന്ദലോകമാകുവാൻ അവതാരമായി ഗുരു അറിയിച്ച അറിവുകൾ ഗ്രഹിച്ച ആത്മാക്കൾ അറിയുന്നു ഗുരുരൂപം. അറിയിച്ച അറിവുകൾ ഗ്രഹിച്ച ആത്മാക്കൾ അറിയുന്നു ഗുരുരൂപം. അവരാണ് അവതാര രൂപത്തെ അറിയുന്നത്. അവതാര രൂപം അകതാരിൽ തെളിയണമെങ്കിൽ അവതാരം അറിയിച്ച അറിവ് കൊണ്ട് ആത്മാക്കൾ ജീവിതം ചെയ്യണം. അവതാര രൂപം അകതാരിൽ തെളിയണമെങ്കിൽ അവതാരം അറിയിച്ച അറിവ് കൊണ്ട് ആത്മാക്കൾ ജീവിതം ചെയ്യണം. അറിയിച്ച അറിവ് എന്താണ്? അറിയിച്ച അറിവ് എന്താണ്? പരിശുദ്ധ ജ്ഞാനമാണ്. പരിശുദ്ധ ജ്ഞാനം പരന്മാരിൽ തെളിവായാൽ പാലാഴിയാണ് പിന്നെ ഓരോ ഹൃദയവും. ആ പാലാഴിയിൽ പള്ളികൊള്ളുന്ന പരമാത്മരൂപത്തെ അകതാരിൽ കാണുവാനുള്ള മഹാഭാഗ്യം. ആ അവതാരമായി വന്ന് തെളിയിക്കുന്നു, അറിയിക്കുന്നു, അനുഭവപ്പെടുത്തുന്നു. ഇതിന്റെ സവിശേഷമായ ചിന്തകളും ജീവിതക്രമങ്ങളും ഭക്തലോകത്തിലേക്ക് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ താരാസു നടത്തിയത്. മാനവലോകത്തെ ആത്മലോകത്തെ താരകമാക്കുവാൻ താരക ബ്രഹ്മം നേരിട്ട് നടത്തുന്ന താരാസ്തുതി. അങ്ങനെ താരക ബ്രഹ്മമായ ദൈവരൂപത്തെ ആ ഉന്നതമായി ഓരോ ആത്മാവിലും കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും തക്ക വിധത്തിൽ ആ തന്റെ രൂപത്തെ താൻ തന്നെ തെളിയിക്കുകയാണ്. ആ ഉന്നതമായ ആ തെളിവാണ് സർവജ്ഞാനം. ആ സർവജ്ഞാനം ഗ്രഹിച്ച് തത്വ ആ ഗുണങ്ങളിൽ ആശ്രയിച്ച് നിത്യജീവിതം ചെയ്യുമ്പോൾ ആ ചിത്തശുദ്ധിയുള്ളവർ സംഭരിക്കും ഗുണങ്ങൾ. ദോഷങ്ങളെ സംഭരിക്കാം ഗുണസംഭരണത്താൽ. ചിത്തശുദ്ധിയുള്ളവർ സംഭരിക്കും ഗുണങ്ങൾ. ദോഷങ്ങളെ സംഭരിക്കാം ഗുണസംഭരണത്താൽ. ചിത്തശുദ്ധി ഉള്ളവർക്ക് ഗുണത്തെ ആശ്രയിച്ചുള്ള ജീവിതം ഉണ്ടാവുകയുള്ളൂ. അവരാണ് ഗുണത്തെ സംഭരിക്കുന്നത്. ഗുണത്തെ സംഭരിക്കുന്നതോറും ദോഷങ്ങൾ സംഭരിച്ചുകൊണ്ടിരിക്കും. ഗുണത്തിന്റെ പൂർണ്ണതയാണ് ദോഷത്തിന്റെ സംഹാരം. ആ ഗുണം എന്ന് പറയുന്നത് തന്നെ ഗുരുവിന്റെ ആ ഉന്നതമായ ഗുണമാണ്. ആ ഗുണത്തെയാണ് ആത്മാവിൽ ഭവിക്കേണ്ടത്, ഭവിപ്പിക്കേണ്ടത്. ആ ഭവിപ്പിക്കുവാനാണ് ഗുണസ്വരൂപനാകുന്ന ഗുരുനാഥൻ വന്ന് തന്റെ ഗുണങ്ങളെ സർവജ്ഞാനമായി നൽകുന്നത്. ഇപ്പോ പടക്ക നിർമ്മാണശാലകളൊക്കെ പൊട്ടിത്തെറിക്കുന്ന സമയമൊക്കെ ആണല്ലോ. ഇപ്പൊ നമ്മുടെ താരാസ് നടന്നുകൊണ്ടിരുന്ന ഇടയ്ക്കും എവിടെയോ ഒരു സ്ഥലത്ത് ഒരു വലിയ
സ്ഫോടനം ഉണ്ടായി. ഒരു സ്ഥലത്ത് വലിയൊരു സ്ഫോടനം ഒരു ഉണ്ടായി. പടക്ക നിർമ്മാണശാല പൊട്ടിത്തെറിച്ചു. പടക്ക നിർമ്മാണശാല പൊട്ടിത്തെറിച്ചു. 8 പേര് അതിൽ മരണപ്പെട്ടു. 8 പേര് അതിൽ മരണപ്പെട്ടു. വലിയ ദാരുണമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ദാരുണമായ സംഭവങ്ങളാണ്. എന്നാൽ അതിൽ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പടക്കം നിർമ്മിക്കുന്ന വസ്തുക്കൾ, പടക്കം നിർമ്മിക്കുന്ന വസ്തുക്കൾ അഥവാ ഈ സ്ഫോടനത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അഥവാ സ്ഫോടനത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നാൽ ഒരിക്കലും ഇതിന് സ്ഫോടനം ഉണ്ടാവുന്നില്ല. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നാൽ ഒരിക്കലും സ്ഫോടനം അത് ചേരേണ്ട വിധത്തിൽ ചേർത്ത് അറിയാവുന്ന ആൾ ഇത് രൂപപ്പെടുത്തുമ്പോഴാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. അറിയാവുന്ന ആൾ രൂപപ്പെടുത്തുമ്പോഴാണ് സ്ഫോടനം ഈ ഉണ്ടാകുന്നത്. കരിമ്പുക ഉണ്ടാകുന്ന പല സാധനങ്ങളുണ്ട്, പക്ഷെ അത് പൊട്ടിത്തെറിക്കുകയില്ല. ഈ പൊട്ടിത്തെറിക്കുന്നത് എപ്പോഴാണ്? ഈ വലിയ ശബ്ദം ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? ശബ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വലിയ കെട്ടിടങ്ങൾ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രദേശം തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് അതിന്റെ പേര് മാറുന്നു എന്നുള്ളൂ. എല്ലാം പടക്ക നിർമ്മാണമാണ്. അപ്പൊ ഈ പടക്കം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതിനകത്ത് പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ പേരുകളും ഇപ്പൊ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ആ ഓരോ വസ്തുക്കളും പല സ്ഥലങ്ങളിൽ ഇരുന്നാൽ ഒരിക്കലും ഇതിനൊരു സ്ഫോടനം ഉണ്ടാകുന്നില്ല. അതിനെ ഒന്നിച്ചു ചേർക്കുന്നു അതിന്റെ അറിവുള്ള ആൾ. അപ്പോ അതെന്തായി തീരും? സ്ഫോടക വസ്തുവായി മാറും. അതിനെ കാര്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്, മനുഷ്യനെ നശിപ്പിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഗുരുനാഥൻ ലോകത്തിലേക്ക് വന്നത് ആരെയും നശിപ്പിക്കാനല്ല. ഈ ലോകത്തിൽ നിന്റെ ജീവിത കർമ്മ വഴികളിലൂടെ നീ സംഭരിച്ചെടുക്കേണ്ടുന്ന ഗുണങ്ങളെ അതാത് സമയങ്ങളിൽ കൃത്യനിർവഹണം ചെയ്ത് സംഭരിച്ച് നിന്റെ ആത്മാവിൽ കരുതിയാൽ ആ ഗുണത്തിന്റെ പൂർണ്ണത ഗുരുരൂപത്തിന്റെ തെളിവായി മാറും. ആ സൽഗുണ സമ്പൂർണനാം സൽഗുരുവെ കാണുക, സായുജ്യം കൈവരുത്തുക, ആത്മാക്കളെ നാം സായുജ്യം കൈവരുത്തുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ സൽഗുണങ്ങളെ നിറച്ചു വെച്ചിട്ടുണ്ട്. അത് വിവിധ പ്രായത്തിലാണ് ആത്മാവിലേക്ക് ചേർക്കപ്പെടുന്നത്. ഓരോ സമയവും നീ സഞ്ചരിക്കുന്ന വഴി കൃത്യമായ സത്യത്തിൽ കൂടിയാണെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം കൃത്യമായ സമയത്ത് സ്വീകരിക്കാൻ കഴിയും. അല്ലായെങ്കിൽ പണ്ട് ശിവനും പാർവതിയും കൂടി പറഞ്ഞതുപോലെ ഒരാളിങ്ങനെ ശിവനെ ജപിച്ചുകൊണ്ട് ഇങ്ങനെ ലോകത്തോട് ജീവിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയാണ്. ആ ആളിന് ഒരു വിധത്തിലും ഒരു ഐശ്വര്യവും ഉണ്ടാകുന്നില്ല. സർവ്വതാ ദാരിദ്ര്യമല്ലാതെ ഒന്നുമില്ല. അപ്പോ ഈ ഭഗവതിമാർക്ക് ഈ ശകലം ദീനാനുകമ്പ കൂടുതലാണല്ലോ. അപ്പൊ പാർവതി പറഞ്ഞു, ഭഗവാനെ ആ ആൾ എത്രയോ നാളുകൊണ്ട് അങ്ങേ അന്വേഷിച്ച് ഇങ്ങനെ വിളിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഐശ്വര്യം അദ്ദേഹത്തിന് കൊടുത്താട്ടെന്ന് പറഞ്ഞു. ഭഗവതി അത് ഇപ്പോൾ അദ്ദേഹത്തിന് അതിന് സമയമായില്ല. അത് കൊടുത്താലും അദ്ദേഹം സ്വീകരിക്കുകയില്ല. ഭഗവാൻ കൊടുത്താൽ സ്വീകരിക്കാതിരിക്കുമോ? എന്നാ നീ നോക്കിക്കോ, അങ്ങോട്ട് നോക്കിക്കോ എന്ന് പറയുമ്പോൾ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ താഴെ ഇദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു സ്വർണത്തിന്റെ കുടം കൊണ്ടുവച്ചു. ആ വഴിയിൽ ഒരു കുടം കൊണ്ടുവച്ചു. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ നമശിവായ നമശിവായ പറഞ്ഞതെല്ലാം കണ്ടും കേട്ടും പോവാ. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ചിന്ത, ഞാൻ ഇത്രയും നാള് കണ്ണു തുറന്നല്ലേ നടന്നത്, ഇനി കണ്ണടച്ചിച്ചിരി നടന്നു നോക്കാം. അപ്പൊ കണ്ണു അടച്ചോട്ട് നമശിവായ നമശിവായ നമശിവായ. ഇപ്പൊ കാലയിലാണ്ടും തട്ടി അത് മാറി ഇങ്ങനെ പോയി. തട്ടി എന്തുവാ?
അപ്പൊ കണ്ണം തുറന്നു നോക്കിയിരുന്നെങ്കിൽ എന്തുവാ ഇരിക്കുന്നത്? സ്വർണ്ണക്കുടമായിരുന്നത്. അതെടുത്തില്ല. എന്തുകൊണ്ട്? അനുഭവിക്കാനുള്ള സമയമായില്ല. അപ്പൊ പാർവതി ദേവി പറഞ്ഞു, ഭഗവാനെ എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഈ ദീനാനുകമ്പ കൊണ്ടൊന്നും ഒരാളിലേക്ക് ഒരു ഐശ്വര്യം എത്തിക്കാൻ കഴിയില്ല. ആ ഉന്നതനാകുന്ന ദൈവം ഓരോരുത്തരും ഓരോ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൃത്യമായ വഴികളിലൂടെ ജീവിതം ചെയ്യുമ്പോൾ അവിടെ നിന്ന് സ്വീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ സത്യമാകുന്ന വഴിയിൽ കൂടി നീ സഞ്ചരിക്കുമ്പോൾ ദൈവം നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ സ്വർണ്ണക്കുടമല്ല, നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സൽഗുണങ്ങളെ നിന്റെ ആത്മാവിലേക്ക് സ്വീകരിക്കാൻ നിനക്ക് കഴിയും. അപ്പൊ ആ സൽഗുണങ്ങളെ ഓരോന്നോരോന്നായി സ്വീകരിച്ച് നിന്റെ ആത്മാവിൽ കരുതുമ്പോൾ അതിങ്ങനെ അട്ടിയിട്ട് ഇങ്ങനെ ഉയർന്നു വരും. വർഷങ്ങൾ കൊണ്ടാണ് സാധിക്കുന്നത്. അങ്ങനെ ഉയർന്നു വരുമ്പോൾ ആ ഉയർത്തി വെച്ചിരിക്കുന്ന ഗുണങ്ങളെല്ലാം കൂടി ഞാൻ അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. അപ്പൊ ഒരു ഇഷ്ടികയുടെ രൂപത്തിലോ അല്ലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രൂപത്തിൽ ഒന്നും വേണ്ട. ഇപ്പൊ സ്വർണത്തിന്റെ കഥയല്ലേ പറഞ്ഞോണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റ് അടുക്കി വെച്ചിരിക്കുന്നത് കരുതുക. ഇപ്പൊ ഗുണം ഒരു തിളക്കമുള്ള സാധനമാണല്ലോ. അപ്പൊ സ്വർണം തന്നെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണല്ലോ അല്ലേ? സ്വർണ്ണം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് സ്വർണം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു ചിന്തിക്കുക. അപ്പൊ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇങ്ങനെ അടുക്കി അപ്പൊ ഇങ്ങനെ പോയ കൂട്ടത്തിൽ 5-ാം വയസ്സിൽ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ ഒരു ഗുണം കിട്ടി, അതുകൊണ്ടൊന്ന് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കൂടെ കഴിയുമ്പോൾ വേറൊരു സൽഗുണം ചെയ്തു. അപ്പൊ അതിൽ നിന്നൊരു ഗുണം കിട്ടി, അതുകൊണ്ടൊന്ന് അവിടെ അടുക്കി വെച്ചു. എവിടെ അടിക്കുന്നേ? അകമയാണ്. അപ്പൊ ഇങ്ങനെ അടുക്കി വെച്ച് ഇങ്ങനെ വന്നപ്പോൾ ഒരു രൂപം ഉണ്ടായി. ആ അടുക്കി വെച്ചിരിക്കുന്നതിനൊരു രൂപം. അപ്പോ ആ രൂപം എന്തായിരിക്കും? കൃത്യമായിട്ടാണ് ഇത് അടുക്കുന്നതെങ്കിൽ കൃത്യമായ രൂപം ഉണ്ടാവും. അപ്പൊ ഒരു 10 പ്രാവശ്യം കിട്ടി, 11ാമത്തെ പ്രാവശ്യം കിട്ടേണ്ടത് കിട്ടിയില്ല എങ്കിൽ ഈ 12ാമത്തത് അതിന്റെ പുറത്ത് വെക്കാൻ പറ്റാതെ വരും. അവിടെ എന്തുണ്ടാവും? ഒരു വിടവുണ്ടാവും. ആ അത് നികത്താനാവാത്ത വിടവാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നഷ്ടമാക്കി കളയല്ലേ മനുജന്മാവെടുത്തവർ, നഷ്ടമാക്കി നഷ്ടമാക്കി കളയല്ലേ മനുജന്മാവെടുത്തവർ, തിരുവിഷ്ടം ചെയ്തു പോയാൽ അനുഗ്രഹം സംഭരിച്ച് വരുമ്പോ വിടവില്ലാതെ ഇതിനെ അടുക്കി ഉയർത്തി കഴിയുമ്പോ അതിനൊരു രൂപമുണ്ട്. ആ രൂപമാണ് ഗുരുരൂപം. ഗുരുരൂപം കണ്ടവരുണ്ടോ? അകതാരിൽ കാണുന്നുണ്ടോ? ഗുരുരൂപം കണ്ടവരുണ്ടോ? അകതാരിൽ കാണുന്നുണ്ടോ? അങ്ങനെ ഗുരുരൂപത്തെ കണ്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഈ പറഞ്ഞ പ്രകാരം ചിത്തശുദ്ധിയിൽ കൂടി സൽഗുണങ്ങളെ സംഭരിച്ച് ഗുരുരൂപത്തെ അകതാരിൽ കണ്ടവരാരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അങ്ങനെ കാണുവാൻ ഭാഗ്യമുണ്ടായാൽ അവരെത്തുന്നത് എവിടെയാണ്? നിത്യാനന്ദ സ്വർഗസുഖത്തിലാണ്. ആ നിത്യാനന്ദ രാജ്യത്തിലേക്ക് ആത്മലോകത്തെ എത്തിക്കുവാൻ നിത്യാനന്ദ സമ്പൂർണനാകുന്ന ജഗദീശ്വരൻ താണിറങ്ങി വന്ന് ഈ സൽഗുണങ്ങളെ സർവജ്ഞാനമായി നൽകുകയാണ്. ആ സർവജ്ഞാനത്തിൽ കൂടി ജീവിക്കുമ്പോഴാണ് ഈ സൽഗുണം ഉണ്ടാകുന്നത്. അത് ഈ പരീക്ഷയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഒരു വർഷം മുഴുവൻ
പഠിച്ചിട്ടാണ് ഒരു പരീക്ഷ എഴുതുന്നത്. ഒരു വർഷം മുഴുവൻ പഠിച്ചിട്ടാണ് ഒരു ഇപ്പൊ പരീക്ഷ. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും നീറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതി. കുഞ്ഞുങ്ങളെല്ലാം നീറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതി. 1-2 വർഷമൊക്കെ പഠിച്ചിട്ടാണ് പലരും എഴുതിയത്. 1-2 വർഷമൊക്കെ പഠിച്ചിട്ടാണ് പലരും ഒറ്റ പരീക്ഷ, ഒരു വിജയം. ഒരു വിജയം. തോക്കുകയാണെങ്കിൽ ഒരു തോൽവി. തോൽക്കുകയാണെങ്കിൽ ഒരു തോൽവി. അപ്പൊ ഒരു വിജയത്തിന് വേണ്ടി 1-2 വർഷം നിരന്തരമായി പഠിക്കുവാൻ നിരവധി പുസ്തകങ്ങൾ, നിരവധി മണിക്കൂറുകൾ, ദിവസങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് അതിനെ രൂപപ്പെടുത്തി വരുമ്പോ അതിനകത്ത് കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയാൽ ആ ഓരോ ഉത്തരങ്ങളും ഓരോ ഗുണങ്ങളായി നിങ്ങൾ കരുതിയാൽ ആ ഉത്തരങ്ങൾ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അതിന്റെ റാങ്ക് കിട്ടും. ആ റാങ്കിനനുസരിച്ചാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. എവിടെ അഡ്മിഷൻ കിട്ടുന്നത്? നീറ്റ് പരീക്ഷ എഴുതുന്നവർക്ക് അതിന്റെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അഡ്മിഷനാണ് കിട്ടുന്നത്. എന്നാൽ സർവജ്ഞാനം ഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് എവിടേക്കുള്ള അഡ്മിഷനാണ് കിട്ടുന്നത്? ആനന്ദലോകത്തിലേക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആനന്ദ വീടിന്റെ താക്കോൽ എന്റെ സൽഗുരുവിന്റെ ഉപദേശം. അങ്ങനെ സൽഗുരുവിന്റെ ഉപദേശം വഴി പോലെ ഈ സൽഗുണ സമ്പാദനമാണ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. ഇപ്പോ പല ആളുകൾക്കും കരുതാൻ കഴിയാത്ത ഒരു കാര്യവും അത് തന്നെയാണ്. എല്ലാവർക്കും ശ്രേഷ്ഠരാകണം, മാനാഭിമാനങ്ങളൊക്കെ വേണം, ബഹുമാനങ്ങൾ വേണം, ബഹുമതികൾ വേണം, വലിയ വലിയ സമ്മാനങ്ങൾ വേണം. അതിനെല്ലാം കൃത്രിമമായ വഴികൾ ഉപയോഗിച്ച് നേടാനാണ് പലരും ഉദ്ദേശിക്കുന്നത്. ആ കൃത്രിമമായ വഴികൾ ഉപയോഗിച്ച് അത് നേടാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് നേടിയാൽ ഒരിക്കലും അത് ശാശ്വതമായി നിലനിൽക്കുകയില്ല. ദൈവം മുമ്പിൽ അതിനൊന്നും വിലയില്ല. സത്യസ്വരൂപനെ വഞ്ചിച്ചു യാതൊരു കർമ്മദോഷങ്ങളും ചെയ്യരുതേ. സത്യസ്വരൂപനെ വഞ്ചിച്ചു യാതൊരു കർമ്മദോഷങ്ങളും ചെയ്യരുതേ. കർമ്മദോഷങ്ങളും ചെയ്യരുതേ. സത്യസ്വരൂപനെ വഞ്ചിച്ചു യാതൊരു കർമ്മദോഷങ്ങളും സത്യസ്വരൂപന്റെ മുൻപിൽ സത്യം മാത്രമേ വിലപ്പെടുകയുള്ളൂ. കപടമായ ഭക്തിയും കപടമായ ജീവിതവും ഒന്നും തിരുമുൻപാകെ സ്വീകരിക്കുകയില്ല. ഇപ്പൊ സത്യത്തെ പാലിച്ച് ധർമ്മത്തെ പുലർത്തി ലോകത്തിൽ ജീവിക്കുവാൻ ആത്മബോധോദയ സംഘാംഗങ്ങൾ സ്ഥിരമായ പ്രതിജ്ഞ ചെയ്ത് ജീവിക്കണം. അതിനാണ് നമ്മൾ ഗുരുമുമ്പാകെ പ്രതിജ്ഞ ചെയ്തത്. എന്നുവരെ ജീവിക്കാമെന്നാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചവരല്ലേ? മരണക്കിടക്കവരെ എങ്ങനെ ജീവിക്കുമെന്നാണ് പറഞ്ഞത്? സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാം എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നും തിരു മുൻപിൽ സൂക്ഷിച്ചു ജീവിക്കാം എന്നോ ഞാൻ
ചിന്തിച്ചും ജീവിച്ചിടുമ്പോൾ ഗുരുരൂപം കാണുന്നു. എപ്പോഴും ഈ വിധം സൂക്ഷിച്ചും ചിന്തിച്ചും ജീവിതം ചെയ്യുമ്പോൾ ഗുരുരൂപം കാണുന്നു. എപ്പോഴും ഈ വിധം സൂക്ഷിച്ചും ചിന്തിച്ചും ചെയ്ത സത്യപ്രതിജ്ഞ അതിന് സാക്ഷികൾ ആരൊക്കെയാണെന്ന് അത് കേട്ടവർക്ക് അറിയാം. ഈ ലോകത്തിൽ കാണുന്നതും കാണാത്തതുമായ അനേകം കാര്യങ്ങൾ അതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സർവ്വതും ഇതിന് സാക്ഷിയാണ്. അങ്ങനെ സർവ്വതും സാക്ഷിയായി നിൽക്കുമ്പോൾ ഒരു ജഡവസ്തുവാണെന്ന് കരുതി അതിൽ നിന്ന് ഒഴിയാൻ പറ്റുകയില്ല. അതിൽ ഉള്ളടക്കമായി നിൽക്കുന്ന ഈ സർവേശ്വര ശക്തിയാണ്. അതിന് കാഴ്ചയില്ല, കേൾവിയില്ല, ആരോടും പറയുകയില്ല എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഇതിനെല്ലാം ചൈതന്യമായി നിൽക്കുന്ന വസ്തുവാണ് ഗുരു. അപ്പൊ ഈ ചൈതന്യം ഇതെല്ലാം അറിയും. തന്നെ മറച്ചൊരു കർമ്മങ്ങൾ ചെയ്യുവാൻ ഭക്തന്മാർക്ക് ആർക്കുമേ സാധ്യമല്ല. അല്ലാതുള്ളവർക്ക് ചെയ്യാമെന്ന് തോന്നും, അങ്ങനെ ചെയ്യും. പക്ഷേ ഭക്തന്മാർക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? ഭക്തൻ പരിപൂർണൻ മനം ഉൾക്കണ്ണു തെളിഞ്ഞോ. ആ ഉൾക്കണ്ണിന് കാഴ്ച ലഭിച്ച പരമഭക്തന്മാർക്ക് എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും ഗുരുവിന്റെ പൊന്മുഖം തന്നെ കാണാം. എവിടെ തിരിഞ്ഞൊന്നു
ഭക്തജന്മങ്ങളെയാണ് ഭക്തന്മാരെന്ന് വിളിക്കുന്നത്. അങ്ങനെ ആയിത്തീരാനാണ് നിങ്ങൾ ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ മുതലേ നിങ്ങളെ ഭക്തന്മാരെന്നും ഭക്തകളെന്നും വിളിക്കുന്നത്. അങ്ങനെ ആയിത്തീരുവാനാണ് നമ്മളിങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ മുതൽ നമ്മുടെ ഭക്തന്മാരെന്നും ഭക്തകളെന്നും വിളിക്കുന്നത്. പല ആളുകളും ഇവിടെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം പറയാനായി ഫോൺ വിളിക്കുമ്പോൾ പല ആളുകൾ എന്തെങ്കിലും അത്യാവശ്യം പറയാനായി ഫോൺ വിളിക്കുമ്പോൾ പരിചയപ്പെടുത്തും, ഞാൻ വിശ്വംഭരൻ ഭക്തനാണ്. ഭക്തനാണ്. ഇപ്പോ ഈ ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം അവര് ഭക്തനാണ് എന്ന് പറയുകയാണ്. തെറ്റൊന്നുമില്ല, പരിചയപ്പെടുത്തുമ്പോൾ നല്ലതാണ്. പക്ഷേ പറയുന്നത് ആരോടാണെന്നൊന്ന് ചിന്തിച്ച് പറയുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എല്ലാം അറിവായി നിൽക്കുന്ന പരമഗുരുവാണ് തിരുശരീരത്തിൽ വാഴുന്നതെന്നുള്ള ബോധമുണ്ടെങ്കിൽ ആ ഒരു എളിമയോടുകൂടി അതൊക്കെ പറയുമ്പോൾ സ്വീകരിക്കുമ്പോൾ അതെനിക്ക് ഒരു സുഖം ഉണ്ടാകും. അല്ലാതെ അഹങ്കാരത്തോടുകൂടി ഞാൻ ഇന്നാരാണ് എന്ന് പറയുമ്പോൾ ഭക്തനും കൂടെ ചേർത്ത് പറയുമ്പോൾ ഭക്തി എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും പ്രാപ്തിയില്ലാത്തവരാ ഭക്തൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരുടെ ആരുടെ കാര്യമല്ല പറഞ്ഞു. ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്, അവരുടെ കാര്യം പറഞ്ഞതാ. നിങ്ങളെല്ലാം ഭക്തൻ പരിപൂർണ മനമുൾക്ക എന്തുകൊണ്ട്? എല്ലാത്തിലും ആ സാന്നിധ്യമാണ് കാണുന്നത്. തന്നെ മറച്ചുള്ള ചിന്തയും കർമ്മവും ഭക്തന്മാർക്ക് ആർക്കുമേ സാധ്യമല്ല. ചിന്തിക്കാൻ കഴിയില്ല, പിന്നല്ലയോ പറയുന്നത്. ചിന്തിക്കാനും പറയാനും കഴിയില്ല, പിന്നെ കർമ്മിക്കാൻ കഴിയുമോ? അപ്പൊ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇച്ഛയ്ക്കു ഭക്തരങ്ങൊത്തു നിന്നാൽ നിത്യാനന്ദം തന്നിൽ കാണാമല്ലോ. സ്വർഗസുഖത്തിലേക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായി സദ്ഗുരു തന്നെ എഴുന്നള്ളി വന്ന് ഇപ്രകാരം സർവജ്ഞാനം ദാനം ചെയ്യുമ്പോൾ പഠിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ കൂട്ട് നിങ്ങളാരും കിടന്നുറങ്ങരുത്. നിങ്ങൾ മായയിൽ മറഞ്ഞിരുന്നുറങ്ങരുത്. മായയിൽ മറഞ്ഞിരുന്നുറങ്ങിയ നിങ്ങളെ വീണ്ടെടുത്ത് ഉണർത്തി രക്ഷിക്കുവാനാണ് ജ്ഞാനസൂര്യൻ ഉദയമായി വാഴുന്നത്. ഈ അറിയിച്ചിരിക്കുന്ന ഉന്നതമായ ജ്ഞാനങ്ങളും കീർത്തനങ്ങളും എപ്പോഴും ഞാനൊരു ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്ന അറിവുകളും ജ്ഞാനങ്ങളും കീർത്തനങ്ങളും എല്ലാം നിങ്ങൾ സ്വീകരിച്ച് അറിയുവാനായി നിങ്ങൾ ജീവിതം ചെയ്യണം. അങ്ങനെ വീണ്ടും വീണ്ടും അറിഞ്ഞ് നിങ്ങൾ ആത്മാവായി ഉയർന്നു നിന്ന് പ്രവർത്തിക്കുന്നത് കാണുവാനാണ് ആർത്തിയോടുകൂടി ഞാൻ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഈ ആനന്ദ കർമ്മങ്ങൾ എന്നിൽ നിന്ന് ലോകരംഗത്തേക്ക് പ്രകാശിപ്പിക്കുവാൻ ഉത്തമന്മാരായ സത്തുക്കളായ ആദർശധീരരായ സന്താനങ്ങൾ ആവശ്യമുണ്ട്. ആചാര്യ പരമ്പരകൾ ഈ ലോകത്തിൽ ആദർശം പുലർത്തി ജീവിതം ചെയ്യണമെന്ന് കൽപ്പിച്ചത് അതിശ്രേഷ്ഠമായ അറിവിനെ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയാണ്. ആ നിലയിലേക്ക് നിങ്ങൾ വളർന്നുയർന്നു വരണമെന്നുണ്ടെങ്കിൽ ലോകത്തിൽ വിവിധ വിധത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകും, വിവിധ വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും, വിവിധ സാഹചര്യങ്ങൾ നിങ്ങളെ കുഴഞ്ഞു മറിയുന്നതായി തോന്നിക്കും. പക്ഷേ നിങ്ങൾ ഒന്നും അന്യാധീനപ്പെട്ടു പോവുകയില്ല. എന്തുകൊണ്ട്? നിങ്ങളെത്തിയത് സദ്ഗുരുവിന്റെ പാദത്തിലാണ്. നിങ്ങൾ സ്വീകരിച്ചത് സദ്ഗുരുവിന്റെ നിയമമാണ്. നിങ്ങൾ പാലിക്കുന്നതും അനുഷ്ഠിക്കുന്നതും സദ്ഗുരുവിന്റെ ധർമ്മകർമ്മങ്ങളാണ്. ആ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഉടമസ്ഥനാകുന്ന പരമഗുരുവിന്റെ ശിഷ്യസന്താനങ്ങളായി ലോകത്തിൽ ജീവിക്കുവാൻ തീരുമാനിച്ച് നിശ്ചയിച്ച നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ സ്വയം ഒരു കുഴപ്പങ്ങൾ ഉണ്ടാക്കി പോകുകയല്ലാതെ എന്നിൽ നിന്നൊരു കുഴപ്പമുണ്ടായി നിങ്ങൾ
ഞങ്ങൾ അന്യപ്പെട്ടു പോവുകയില്ല. സത്യം സത്യം സത്യം. ഗുരുവിനോട് കുഴപ്പമുണ്ടായി നമ്മൾ അന്യപ്പെട്ടു പോവുകയില്ല. സത്യം കാരണം വീണ്ടെടുപ്പാൻ ലോക സദ്ഗുരു അല്ലാതെ പുരുഷനായിട്ടില്ല ദേവലോകേ. ആ പ്രകാശത്തിൽ അനേകം കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയും. ആ പ്രകാശത്തിലാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അങ്ങനെ അരിമസന്തതികളായി നിങ്ങൾ ആദർശത്തിൽ വളർന്നു വരുവാൻ, അറിയുവാനും അറിയിക്കുവാനും നന്നാകുവാനും ആനന്ദിക്കുവാനും സർവശക്തിയുടെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഈ സർവജ്ഞാനോത്സവ വേളയിൽ ഉന്നതമായി നടത്തപ്പെട്ട 142ാമത് പൂരം ജന്മനക്ഷത്രം, അതിന്റെ വർണ്ണനാതീതമായ സവിശേഷതകൾ പല ആളുകളെയും ഞാൻ വിളിച്ചിവിടെ സാക്ഷിയൊക്കെ പറയിപ്പിച്ചെങ്കിലും പലർക്കും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഓരോ ദിനം തോറും നടന്നതെല്ലാം ആ വിധത്തിലാണ്. എവിടെ നിന്ന് തുടങ്ങും എവിടെ നിർത്തും അത് ആർക്കും ഒരു നിശ്ചയവുമില്ല. കൊടിയേറ്റിന്റെ കാര്യം പറയാമെന്ന് വിചാരിക്കുമ്പോൾ അന്ന് നടന്ന സമ്മേളനത്തിന്റെ കാര്യം പറയണം. അപ്പൊ അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നടന്ന കാര്യം പറയണം. ഇങ്ങനെ ഓരോ ദിവസത്തെ എടുത്തു നോക്കുമ്പോൾ സ്തുതിയുടെ പറയണോ, കൊടിയേറ്റിന്റെ പറയണോ, സമ്മേളനത്തിന്റെ പറയണോ, സമ്മേളനത്തിൽ പറഞ്ഞ ആള് പറഞ്ഞ വിഷയം പറയണോ, ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ വർണ്ണിച്ചിടും ആത്മനാഥ
ചിന്തിക്കുമ്പോൾ, ഓരോ ദിവസവും ഓരോന്ന് ചിന്തിക്കുമ്പോൾ വർണ്ണനാതീതമായ അനുഭവ സുഖങ്ങളെ, ഭാഗ്യങ്ങളെ പകർന്നു നൽകിക്കൊണ്ടാണ് പൂരം ജന്മനക്ഷത്രം നടത്തപ്പെട്ടത്. വർണ്ണനാതീതമായ അനുഭവ സുഖങ്ങളെ, ഭാഗ്യങ്ങളെ പകർന്നു നൽകിക്കൊണ്ടാണ് പൂരം ജന്മനക്ഷത്രം. നമുക്ക് യൂട്യൂബിൽ പിടിച്ച് ലൈക്കും ഷെയറും ഉണ്ടാക്കാനല്ല, പിടിച്ച് ലൈക്കും ഷെയറും ഉണ്ടാക്കാനല്ല, ഉന്നതമായ മഹാഭാഗ്യങ്ങളെ ഓരോ ഹൃദയങ്ങളും അനുഭവിച്ച് ആനന്ദിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പൂരം ജന്മനക്ഷത്രം നടത്തിയത്. ഉന്നതമായ മഹാഭാഗ്യങ്ങളെ ഓരോ ഹൃദയങ്ങളും അനുഭവിച്ച് ആനന്ദിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പൂരം നക്ഷത്രം. അത് അങ്ങനെ അനുഭവിച്ചു എന്ന് സമ്മതിക്കുന്നത് കൈയടിച്ചു തരണം. എങ്ങനെ വർണ്ണിച്ചിടും ആത്മനാഥനെ ഞാൻ, എങ്ങനെ വർണ്ണിച്ചിടും ആത്മനാഥനെ ഉത്സവത്തിന് തന്നെ താരാസ്ഥിതിയുടെ വ്രതം ആരംഭിച്ചു. ആ വ്രതത്തോടുകൂടിയാണ് കൊടിയിറക്ക് നടത്തുന്നത്. അതേ തുടർന്ന് ആ വ്രതത്തോടുകൂടി സന്താനങ്ങൾ എത്തിച്ചേർന്നു. ആ ഉന്നതമായ താരാസ്ഥിതി അങ്ങോട്ട് ആരംഭിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ ഇതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഇതിന്റെ മുഖവരിയായി ചില നിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് തിങ്കളാഴ്ച പ്രവേശിക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നും അപ്പോൾ സംസാരിച്ചില്ല. ഇതിന്റെ ചില മുന്നൊരുക്കങ്ങളെ പറ്റി പറയാനാണ് വന്നതെങ്കിലും അല്പമാത്രമായ ചില കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പക്ഷേ താരാസ്ഥിതിയുടെ ചില മഹത്വങ്ങളാണ് ആ സമയം എന്റെ നാവിൽ കൂടി മഹാശക്തി നിങ്ങൾക്കായി ദാനം ചെയ്തത്. അപ്പോൾ മുതലേ താരാസ്ഥിതിയുടെ ആ ഗംഭീരാരവും ആരംഭിച്ചു കഴിഞ്ഞു. അതും നിങ്ങൾ അനുഭവിച്ചവരാണെങ്കിൽ ഒന്ന് കൈയടിച്ച് സമ്മതിച്ച ആനന്ദമേ പരമാനന്ദമേ താരസ്തുതികളാൽ ആനന്ദമേ സമർപ്പണ സമയം വരെ ഇരവ് പകലുകൾ വ്യത്യാസമില്ലാതെ ഇരമ്പി ഉയരുന്ന മഹാകീർത്തന ധാരയായിരുന്നു ഇവിടെ നടന്നത്. എവിടോട്ട് തിരിഞ്ഞാലും ആ കീർത്തനാരവം കേൾക്കത്തക്ക വിധം എന്റെ സന്താനങ്ങൾ ഒത്തുചേർന്നിരുന്ന് അങ്ങനെ സ്തുതിച്ചു. കലിയുഗത്തിലെ നാമസങ്കീർത്തനം വളരട്ടെ വളരട്ടെ, കലിയുഗത്തിലെ നാമസങ്കീർത്തനം വളരട്ടെ വളരട്ടെ. വിശ്രമസ്ഥലങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളും ചർച്ചകളും. ഞാൻ ദക്ഷിണ വായിക്കുന്ന വരാന്തയിൽ കുഞ്ഞുങ്ങളുടെ പ്രത്യേക സ്തുതി. അതുകൂടാതെ പ്രത്യേകമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില നിർദ്ദേശങ്ങൾ അവരെ വിളിച്ചിരുത്തി കൊടുത്തു. ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ലോകത്തിൽ കാണാത്ത നിത്യാനന്ദം ഈ
ശിഷ്യന്മാരെ അപ്പൊ കൊണ്ടുപോകാൻ പലരും ഫോണിലൊക്കെ വിളിച്ച് അനുവാദമൊക്കെ ചോദിച്ചു. ഫോണിലൊക്കെ വിളിച്ച് അനുവാദം ചോദിച്ചു. അല്ലാതെ നേരത്തെ വന്ന് ചോദിച്ചു പോയവരുണ്ടായിരുന്നു. വന്ന് ചോദിച്ചു പോയവരുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലും വിദേശത്തുമായ അനേകം ആരാധനകൾ, നമ്മുടെ നാട്ടിലെ വിദേശത്തുമായ അനേകം അതെല്ലാം കഴിഞ്ഞ് പലരും വിളിച്ചു. എല്ലാം കഴിഞ്ഞ് പലരും താരാസ്തുതിയുടേതായ എല്ലാ ആനന്ദവും ഞങ്ങളുടെ ആരാധനയിൽ അനുഭവമായി എന്ന് കണ്ണുനീരോടുകൂടി സമ്മതിച്ചുകൊണ്ടാണ് വിളിച്ചത്. താരാസ്തുതിയായ എല്ലാ ആനന്ദവും ഞങ്ങളുടെ ആരാധനയിൽ അനുഭവമായി എന്ന് കണ്ണുനീരോടെ സമ്മതിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ഇവിടെ ഇരുന്നു കൊണ്ട് സർവപ്രകാരത്തിലും സർവദേശത്തും ആനന്ദം എത്തിക്കുവാൻ കഴിവുള്ള കരുണാനിധി ആരാണെന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കും. ഇതിനോട് സർവപ്രദേശത്തും ആനന്ദം എത്തിക്കുവാൻ കഴിവുള്ള കരുണാനിധി ആരാണെന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കും. അങ്ങനെ ചിന്തിച്ച് അതൊന്ന് ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ സത്യമാകുന്ന ജീവിതം നിങ്ങൾ തുടർന്നു കൊള്ളുക. നിങ്ങളെ രക്ഷിക്കാൻ ഞാനിതാ പ്രത്യക്ഷമായി വാഴും. ഇത് നിങ്ങളിൽ അനുഭവമാകുമാറാകട്ടെ, എന്നും അനുഭവമാകുമാറാകട്ടെ. മരണം വരെയും ഈ ആനന്ദം നിങ്ങൾ നിലനിൽക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് സമാധി ദിനാചരണം നടന്നു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അത്. അതിന് വ്രതമെടുത്ത എത്ര പേര് കൂട്ടത്തിലുണ്ട്? എല്ലാവരും വ്രതമെടുത്തവരാണ്. ആദ്യമായി വന്നവർ ചിലർ ചുരുക്കം ചിലർ ഒഴിച്ച് ബാക്കി എല്ലാവരും വ്രതമെടുത്തവരാണ്. എന്തുകൊണ്ട്? ഓരോ ശരീരത്തിലും ഇരുന്നു കൊണ്ട് നരകം നീക്കി സ്വർഗം തെളിയിച്ച് എന്നെ വീണ്ടെടുത്തതാണെന്നുള്ള ഓർമ്മ എന്റെ സന്താനങ്ങൾക്കുണ്ട്. അറിയിച്ച അറിവിൻ പ്രകാരം എല്ലാവരും വ്രതമെടുത്തുകൊണ്ട് ആ സ്തുതിയിൽ പങ്കെടുത്തു. ആരാധനകളും സ്തുതികളുമായി നാടിന്റെ നാനാഭാഗങ്ങളിലും നമ്മുടെ ഈ കേരളത്തിന് വെളിയിലുള്ള സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അന്നേ ദിവസം പ്രത്യേക സങ്കല്പങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടന്നു. അത് അനുഗ്രഹമായി നടത്തപ്പെട്ടു. ഗംഭീരമായ ഒരു അവസ്ഥ അന്നേരവും നിലനിൽക്കുകയായിരുന്നു. എല്ലാം ഈശ്വരന്റെ കാരുണ്യത്താൽ നടത്തപ്പെട്ടു. ആയിരം 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 പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ. ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് എന്നും നന്ദിയുള്ളവരായി ജീവിക്കാം. നമുക്കൊന്നും അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതാന്ത്യം വരെയും നമ്മുടെ കർമ്മങ്ങൾ തുടരുകയാണ്. കലിയുഗത്തിൽ അവതാരമായി വന്ന കലിയുഗ പുരുഷോത്തമൻ ഈ ലോകത്തിൽ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്ന നിയമങ്ങൾ ലോകാന്ത്യം വരെ തുടരുവാനുള്ളതാണ്. അപ്രകാരം തുടരുവാൻ വേണ്ടിയാണ് അത് മനുഷ്യലോകത്തിൽ യാതൊരു കൃത്രിമത്വവും കലർത്താതെ, ആരുടെയും ഒരു ദുർബുദ്ധികളും ഇതിൽ ഇടപെടുത്താതെ സത്യസന്ധമായും കൃത്യനിഷ്ഠയോടും കൂടി തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഞാൻ തന്നെ ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനം ചെയ്തത്. അപ്രകാരം തിരിച്ചു വന്ന് 26 സംവത്സരക്കാലം വാണിരുന്ന ത്യാഗമേറ്റം സഹിച്ച് ആനന്ദ നടനവാടി ആനന്ദ ലോകത്തെ ആത്മാവിൽ തെളിയിച്ചുകൊണ്ട് വാണിരുന്ന ആ പൊന്നുതിരുമേനിയുടെ ജന്മനക്ഷത്രത്തിന്റെ 100ാമത് വാർഷികമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. 99ാമത് ഉത്രാടം ജന്മനക്ഷത്ര ദിനം മുതൽ സർവജ്ഞാനോത്സവമായി നമ്മൾ നടത്തുന്നു. സവിശേഷമായ പല ഒരുക്കങ്ങളും അത്ഭുതമായി ദൈവം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തപോശതാബ്ദി ആഘോഷം ആരംഭിച്ചപ്പോൾ ഒരു ലോഗോ എന്തെങ്കിലും വേണമല്ലോ എന്ന് നമ്മുടെ സന്താനങ്ങളിൽ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ അതിന് ഒരു ലോഗോ ഉണ്ടാക്കി. ഭഗവാൻ ഒരു വൃക്ഷ ചുവട്ടിൽ തപസ്സിരിക്കുന്ന പോലുള്ള ഒരു ഭാഗം നിർമ്മിച്ച് ലോഗോ ആയിട്ട് വെച്ചു. അപ്പൊ ഈ ശതാബ്ദി വന്നപ്പോഴും ഒരു ലോഗോ വേണമല്ലോ എന്ന് പലരും അഭിപ്രായം പറഞ്ഞു. അപ്പൊ അത് തയ്യാറാക്കാൻ വേണ്ടി ആരംഭിച്ചു. പലരെയും പല കാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തി. പലരും പല രീതിയിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞു.
രീതിയിൽ പല അഭിപ്രായങ്ങളും. അവസാനം ഞാൻ തന്നെ നേരിട്ട് അതിന് രൂപം കൊടുത്തു. അതാണ് ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ ലോഗോ. ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോയാണ് ഇരിക്കുന്നത്. ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോയാണ്. അത് പഠിച്ചാൽ തന്നെ വളരെ വലിയൊരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പഠിച്ചാൽ തന്നെ വളരെ വലിയൊരു അറിവ് അത് തീർച്ചയായും അത് തന്നെ സർവജ്ഞാനോത്സവമാണ്. തീർച്ചയായും അങ്ങനെ സർവജ്ഞാനോത്സവത്തിന്റെ ലോഗോ തന്നെ സർവജ്ഞാനോത്സവമായി സർവജ്ഞാന രൂപം തന്നിരിക്കുമ്പോൾ, സർവജ്ഞാനോത്സവത്തിന്റെ ലോഗോ തന്നെ സർവജ്ഞാനമായി സർവ്വലോകീശ്വരൻ നൽകിയിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? എങ്ങും പോയില്ല ഭഗവാൻ, എങ്ങും പോയില്ല, എങ്ങും പോയില്ല, ആത്മലോക രക്ഷയ്ക്കായി ഇന്നും വാഴുന്നു. എങ്ങും പോയില്ല ഭഗവാൻ, എങ്ങും പോയില്ല, ആത്മലോക രക്ഷയ്ക്കായി ഇന്നും വാഴുന്നു. മരണവും മാറ്റവുമില്ലാത്ത ജഗദീശ്വരനാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും ഉറപ്പിക്കണം. മരണവും മാറ്റവുമില്ലാത്ത ജഗദീശ്വരനാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വീണ്ടും ഇത് ഉറപ്പിക്കണം. വെറുതെ ഞാൻ പറയുന്നത് കൊണ്ടല്ലല്ലോ, നിങ്ങളുടെ അനുഭവം കൊണ്ടാണ് ഉറപ്പിക്കേണ്ടത്. നമ്മുടെ അനുഭവം കൊണ്ടാണ് ഉറപ്പിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബോധ്യമുള്ളവരാണോ നിങ്ങൾ? അങ്ങനെ സമ്മതിക്കുന്ന എത്ര പേരുണ്ട്? എങ്കിൽ നിങ്ങൾ നിഷ്കളങ്ക ഭക്തിയോടുകൂടി ഗുരുവിനെ ആശ്രയിച്ച് ജീവിച്ചുകൊള്ളുക. നമ്മൾ നിഷ്കളങ്ക ഭക്തിയോടുകൂടി ഗുരുവിനെ നമ്മുടെ സർവജ്ഞാനോത്സവം അത് ഗംഭീരമായി നടത്തുവാൻ ഗംഭീരമായി നടത്തുവാൻ ഉന്നതനാകുന്ന ദൈവം ഇതാ എഴുന്നള്ളി വാഴുകയാണ്. എന്റെ ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഈ പ്രകൃതിയും എന്റെ ഭക്തലോകം ഒത്തുചേർന്ന് ആനന്ദ ഉത്സവം കൊണ്ടാടുവാൻ, ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. സർവഹൃദയങ്ങളിലും സർവജ്ഞാനോത്സവം നടക്കുവാൻ സർവരും സങ്കല്പിച്ചുകൊള്ളുക, പ്രാർത്ഥിച്ചുകൊള്ളുക, നേർച്ചകൾ അർപ്പിച്ചുകൊള്ളുക, വിവിധ കാഴ്ചകൾ അർപ്പിച്ചുകൊള്ളുക, എല്ലാ ഒരുക്കങ്ങളിലും വന്ന് പങ്കെടുക്കുക, സ്തുതികൾ നടത്തുമ്പോൾ അതിൽ വന്ന് പങ്കെടുക്കുക, സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക, രഥവാഹന ഘോഷയാത്രയിൽ പങ്കെടുക്കുക, പ്രകാശയാത്രയിൽ പങ്കെടുക്കുക, ജന്മനക്ഷത്ര ഘോഷയാത്രയിൽ പങ്കെടുക്കുക. അങ്ങനെ ഉന്നതമായ സർവകർമ്മങ്ങളിലും പങ്കെടുക്കുമ്പോൾ ജന്മാന്തരമായ ദോഷങ്ങൾ പോലും കഴുകിക്കളഞ്ഞ് ധന്യയാകുന്ന സദ്ഗുരുവോട് ചേർന്ന് നിന്ന് നിത്യാനന്ദം കൊള്ളുവാൻ ആത്മലോകത്തിന് അനുഭവ ഭാഗ്യമുണ്ടാകും. അങ്ങനെ നിത്യാനന്ദ രാജ്യത്തിൽ ഒത്തുചേർന്ന് സർവജ്ഞാനോത്സവം ആഘോഷിക്കുവാൻ സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി ഒരുക്കുന്ന ഒരുക്കങ്ങളെല്ലാം മഹാശക്തിക്ക് ഹിതമായി ഭവിക്കട്ടെ. ഇന്നേ ദിവസം സത്യം കേട്ട് ഈ ആദർശത്തിലേക്ക് ചേർന്നിരിക്കുന്ന എന്റെ ഓമന കുഞ്ഞുങ്ങളെ ഈ സത്യത്തിൽ കൂടി ജീവിച്ച് നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിച്ച് നിർമ്മലാദർശത്തെ ആത്മാവിൽ കണ്ട് ആനന്ദിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം നിങ്ങൾ അർപ്പിച്ച നേർച്ച കാഴ്ചകളെല്ലാം ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. ഉന്നതമാം വിധത്തിൽ ഈ ആദർശ കർമ്മങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ചെലുത്തുന്ന ഈ വിധത്തിലുള്ള കർമ്മങ്ങൾ ജഗദീശ്വരൻ സ്വീകരിച്ച് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. വിവിധ പ്രദേശങ്ങളിൽ ഇനിയും സർവജ്ഞാനോത്സവം നടക്കുന്നുണ്ട്. ഇന്ന് സിംഗപ്പൂരിൽ നടക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു. അത് ആനന്ദമായി തന്നെ നടക്കും. അത് ഞാൻ തന്നെ എഴുന്നള്ളി നടത്തും. അത് അവർക്കത് അനുഭവമായി തീരുമാനാകട്ടെ. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ഈ വരുന്ന ശനിയാഴ്ച ദിവസം സർവജ്ഞാനോത്സവം നടക്കുകയാണ്. അവിടെ പോകുന്നതിനും പല ആത്മാക്കൾ എന്നോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും സന്യാസ പരമ്പരകളും ഭക്തന്മാരും എല്ലാം ഒത്തുചേർന്ന് അവിടെ പോയി അതെല്ലാം ആഘോഷമായി നടത്തുവാൻ ജഗദീശ്വരനെല്ലാം ഒരുക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് 28-ാം തീയതി തിരുവമ്പണ്ടൂർ സഭയുടെ നേതൃത്വത്തിൽ സർവജ്ഞാനോത്സവം നടക്കുന്നുണ്ട്. അത് ഉന്നതവും ആനന്ദവുമായി നടത്തുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞ്
30 31 കോത്തല 31 കോത്തല ആശ്രമത്തിൽ സർവജ്ഞാനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെയും പോകാവുന്നിടത്തോളം ആളുകൾ പോയി അതിൽ സംബന്ധിക്കണം. അത് ഉന്നതമായ നിലയിൽ നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. തുടർച്ചയായി വിദേശ രാജ്യങ്ങളിൽ നടക്കാനിരിക്കുന്ന കർമ്മങ്ങൾ എല്ലാവർക്കും പോയി പങ്കെടുക്കാൻ കഴിയില്ല എങ്കിലും അവരവരുടെ ഭവനത്തിലിരുന്ന് ഓൺലൈനായിട്ട് അത് കാണാൻ കഴിവുള്ളവർ അത് അങ്ങനെ കണ്ടതിൽ സംബന്ധിക്കുക. അതൊന്നുമില്ല എങ്കിലും ഹൃദയം കൊണ്ട് ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ദൈവം ലോകമെമ്പാടും നടത്തുന്ന ഈ കർമ്മങ്ങൾ എല്ലായിടത്തും ആനന്ദമായി ഭവിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് എല്ലാവർക്കും ആവതുണ്ട്. അപ്രകാരം എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളും അതിൽ പങ്കെടുത്ത സുഖം നിങ്ങൾ എത്തിച്ചേരും. എല്ലാം ഈശ്വരന്റെ കാരുണ്യത്തിൽ കൂടി നടത്തപ്പെടട്ടെ. ഇപ്പോൾ നമ്മുടെ മഹാഗോപുരത്തിന്റെ ഉന്നതമായ പൂർത്തീകരണ വേളയാണ്. ചാന്തല പൂർത്തീകരിച്ചു. വീണ്ടും അതിലേക്ക് അനേകം ശില്പങ്ങൾ ചേർക്കാനുണ്ട്. അതുപോലെ ചിത്രവനം എന്ന് പറയുന്ന മതിലിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗം അതും പൂർത്തീകരിച്ച് കാണുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ മഹാരൂപത്തെ ആവാഹിച്ച് സ്വീകരിക്കുവാൻ തക്ക വിധത്തിൽ നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ ആരോഗ്യ സൗഖ്യത്തോടെ മഹാശക്തി കാത്തുരക്ഷിക്കട്ടെ. രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് സ്ഥപതിയായി നിയോഗിച്ചിരിക്കുന്ന വേലുസാറിന് പത്മശ്രീ ലഭിച്ചത് നിങ്ങളെ ഞാൻ അറിയിച്ചു. താരാസ്ഥിതിയുടെ ഇടയിൽ വെള്ളിയാഴ്ച കാർത്തിക നക്ഷത്രത്തിൽ അവാർഡ് നമ്മുടെ ബഹുമാന്യയായ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൽ നിന്ന് നമ്മുടെ വേലു സാർ ഏറ്റുവാങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞ 17-ാം തീയതി ദേവരാജന് 3 നിലയിൽ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ പ്രവേശന കർമ്മമായിരുന്നു. അതെല്ലാം ഈശ്വരന്റെ കാരുണ്യത്താൽ ദാനം ചെയ്തതാണ്. അവിടെയും നമ്മുടെ ഗീതാൻ സ്വാമിയും തപസ്യാൻ സ്വാമിയും രാജഗോപാലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരെയും വളരെ രാജകീയമായി സ്വീകരിച്ച് എല്ലാം വളരെ സന്തോഷമായി നടത്തി. എല്ലാം ഈശ്വരന്റെ കാരുണ്യമാണ്. എന്നും ഈശ്വരന്റെ കാരുണ്യത്തിൽ ജീവിക്കുവാൻ നിങ്ങളും കരുതി ജീവിക്കുക. സർവശക്തിയുടെ അനുഗ്രഹം, സർവശക്തിയുടെ കാരുണ്യം, ആ മഹാദർശനം, ആ മഹാതിരുശബ്ദം, ആ മഹാശക്തി വിശേഷങ്ങൾ ഇതെല്ലാം പകർന്ന് അനുഭവിക്കുവാൻ വേണ്ടി എന്നും മഹാശക്തി പ്രത്യക്ഷമായി ഇവിടെ വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ.